നമസ്കാരം. ഇത് വിരാടം വിനോദത്തിൻ്റെ ഒരു തെക്കൻ യാത്രയുടെ രണ്ടാം ദിവസത്തെ കാഴ്ചകളിലേക്കുള്ള വീഡിയോ ആണ്. ഒന്നാം ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. രാവിലെ വാഹനമൊക്കെ റെഡിയാക്കി യാത്ര തുടങ്ങുകയാണ്. നമസ്കാരം, ഞാൻ വിനോദാണ്. വിരാട വിനോദത്തിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ ഇതായി മുമ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗോപുരം കാണാം. ആ ഗോപുരത്തിൽ എഴുതി വെച്ചിരിക്കുന്നതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഞങ്ങൾ എത്തിയിരിക്കുന്നത് കന്യാകുമാരിയിലാണ്. ഇവിടെ ഒരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ. എൻട്രി ഫീ 70 രൂപ കൊടുത്ത് നമ്മൾ മുമ്പോട്ട് നീങ്ങാണ്. ഇല്ല അപ്പാ, ഇല്ല, എടുക്കില്ല. വീഡിയോ എടുക്കുന്ന പയ്യൻ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് കേട്ടോ സൂര്യോദയം. കന്യാകുമാരിയിലെ സൂര്യോദയം. കൈ കാശുണ്ടായ ATM-ന്റെ കാര്യമില്ല. ഇപ്പം ഇങ്ങേരുടെ ഫോണിൽ കാശുള്ളതുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു. അതെന്നെക്കുറിച്ചാണ് കേട്ടോ. നമ്മുടെ രാജമാഷിനെ രാവിലെ ഒരു ചായ കുടിക്കണം. അപ്പം ആദ്യത്തെ മണി അത് തന്നെയായി. ഒരു ചായ കുടിച്ചു മുമ്പോട്ട് നീങ്ങാണ്. ഈ കാണുന്നത് ഗാന്ധിജി മെമ്മോറിയലാണ് കേട്ടോ. ഗാന്ധിജിയുടെ ചിതാഭസ്മം കന്യാകുമാരിയിൽ ഒഴുക്കാൻ കൊണ്ടുവന്നപ്പോൾ പൊതുജനത്തിന് ദർശനത്തിന് വെച്ചിരുന്ന സ്ഥലമാണിത്. നമ്മൾ സൺറൈസ് പോയിന്റിലെത്തി. ആ ദൂരെ കാണുന്നതാണ് വിവേകാനന്ദ പാറ. കടലിൻ്റെ ഇരമ്പൽ നന്നായിട്ട് കേൾക്കാം. അധികം ആൾക്കാർ എത്തിയിട്ടില്ല എന്ന് വേണം കരുതാൻ. സമയം ഇപ്പോഴേതാണ്ട് 5 മണി ആയിട്ടുണ്ട്. ഇനിയും 1.5 മണിക്കൂർ കാത്തിരിക്കണം, എന്നാലേ നമുക്ക് സൂര്യോദയം കാണാൻ പറ്റുള്ളൂ. വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയും ദൂരെ LED വെളിച്ചത്തിൽ വളരെ ഭംഗിയായിട്ടാണ് കാണുന്നത്. ഞങ്ങളൊരു ഗ്യാലറിയിൽ സീറ്റൊക്കെ പിടിച്ചു ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കുകയാണ്. ഇവിടെ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ മണിമുഴക്കമാണ് നമ്മൾ കേൾക്കുന്നത്. ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ടൊക്കെ ആൾക്കാർ കൊണ്ട് നടക്കുന്നുണ്ട്. കിഴക്കോട്ട് നോക്കിയാൽ ചെറിയൊരു ചുവപ്പ് ഛായ വീണിട്ടുണ്ട്. ഈ കാഴ്ചകൾ, ഈ ചുറ്റുമുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ കൊണ്ടുനടന്ന് കാണിക്കാം. ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. സീസണിൽ പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ തിരക്ക്. സീസണിലെ തിരക്കെന്ന് പറഞ്ഞാൽ അതുപോലെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വെക്കേഷൻ സമയമാകുമ്പോഴുണ്ടാകുന്ന തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ള തിരക്കാണ്. രാവിലെ തിരമാല അടിക്കുന്നത് പോലെ തന്നെയാണ് ജനങ്ങൾ ഈ കാഴ്ച കാണാനായിട്ട്, ഈ സൂര്യോദയം കാണാനായിട്ട് വരുന്നത്. തിരുവള്ളുവർ പ്രതിമ കണ്ടല്ലോ അല്ലേ? ഇതാ ഒരു ഭാര്യയും ഭർത്താവും നിൽക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ അവരുടെ തിരുവള്ളുവർ പ്രതിമ ബാക്ക്ഗ്രൗണ്ട് ആയിക്കൊണ്ട് ഫോട്ടോ പിടിക്കുകയാണ്. ഇന്നുള്ള കാഴ്ചക്കാരിൽ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. ദൂരെ ആ ആർച്ച് ഷേപ്പിൽ കാണുന്നത് വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗ്ലാസ് ബ്രിഡ്ജാണ്. ഈ സൈഡിൽ കണ്ട ഗോപുരം സുനാമി പാർക്കിൻ്റെ ഗോപുരമാണ് കേട്ടോ. 2004 ഇവിടെ ഉണ്ടായ സുനാമിയുടെ ദുരന്തങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനുള്ള ഒരു സുനാമി പാർക്കാണത്. ഈ കാണുന്നത് മാരിയമ്മൻ കോവിലും രണ്ടാമത് കാണുന്നത് പരശുരാമ വിനായക കോവിലുമാണ് കേട്ടോ. ഇത് ഒരു ഫോട്ടോ പോയിൻ്റാണ്, സെൽഫി പോയിൻ്റാണ് കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ നടക്കുന്നത്
കുമാരിയമ്മൻ കോവിലിൻ്റെ സൈഡിലൂടെയാണ്. ഈ കാണുന്നതാണ് കുമാരിയമ്മൻ കോവിൽ. കന്യാകുമാരി സിനിമയൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം കന്യാകുമാരി ദേവിയുടെ കഥകളൊക്കെ. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാ ഒരാൾ വിശ്രമിക്കുന്നു, ഒരാൾ വീൽ ചെയറിൽ. തിരക്ക് പതിയെ ഏറി വരികയാണ്. ഇനി നമുക്ക് തിരിച്ചു നടക്കാം. കിഴക്കോട്ട് നോക്കിയാൽ കിഴക്ക് പ്രകാശം കൂടി വരുന്നുണ്ട്. കുമാരിയമ്മൻ കോവിലിൻ്റെ ഭിത്തിയൊക്കെ നല്ല വെളിച്ചമായിട്ട് വരുന്നുണ്ട്. ഫോട്ടോ പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിൽക്കുന്നതെന്ന് തോന്നുന്നു. കിഴക്ക് പതിയെ വെളിച്ചം കൂടി വരുന്നുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ മുനമ്പ് ആണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയാം. ഇവിടെയാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും കൂടിച്ചേരുന്ന സ്ഥലം. നമുക്ക് വീണ്ടും ഗാലറിയിലേക്ക് പോവാം. ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. ഇന്നത്തെ സൂര്യോദയം 6:20 പക്ഷേ നമ്മുടെ ദൗർഭാഗ്യമെന്ന് പറയേണ്ടത് കിഴക്ക് മേഘങ്ങളുണ്ട്. അതുകൊണ്ട് സൂര്യനെ എപ്പോൾ കാണാൻ പറ്റുമെന്നുള്ളത് കാത്തിരുന്നേ മതിയാവും. സൂര്യൻ ഉദിക്കാത്തതുകൊണ്ടാണോന്നറിയില്ല, ആൾക്കാർ അക്ഷമരാണ്. പല ശബ്ദങ്ങളാണ്, ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങളാണ്. ഇതാ നമ്മുടെ 3 സുഹൃത്തുക്കൾ അവിടെ കാത്തിരിക്കുന്നു. ഒരാൾ പതിയെ കിടന്നു. 6:20 എന്ന് തോന്നുന്നു. 6:20 ഉദയത്തിനുള്ള ഒരു സൈറൻ ഇവിടെ നമുക്ക് കേൾക്കാം. നിങ്ങളിത് കാണുമ്പോൾ വലിയ സ്ക്രീനിൽ അല്ലെങ്കിൽ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കണം കേട്ടോ. കാരണം ഈ കടലിൻ്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ അപ്പോഴായിരിക്കും നല്ലത്. എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. സൂര്യൻ കാർമേഘ പാളിയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് തോന്നുന്നു. കിഴക്ക് വെളിച്ചം കൂടി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ സൂര്യൻ്റെ ആ ഒരു ഷേപ്പ്, ആ റൗണ്ട് ഷേപ്പ് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല. കാത്തിരിക്കാം, ക്ഷമയോടെ കാത്തിരിക്കാം. കടലിൽ കുളിക്കാനിറങ്ങിയ ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ സമയത്ത് കുളിക്കാൻ ഇറങ്ങുന്നുണ്ട്. എനിക്കറിയില്ല ഈ സ്ഥലം ഇവിടം എത്ര സേഫാണെന്നുള്ളത്. സേഫായിരിക്കണം. ആകാശത്ത് കാക്കകളൊക്കെ പറന്നു തുടങ്ങി. വെളിച്ചം കൂടി വരുന്നുണ്ട്. ആകാംക്ഷയോടെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. തൊഴുതു നിൽക്കുന്ന ജനങ്ങൾ, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്ന ജനങ്ങൾ. ആരോ ഗായത്രി മന്ത്രം ചൊല്ലുന്നു. സൂര്യഭഗവാന്റെ ഒരു ചെറിയ റൗണ്ട് അടിഭാഗം മാത്രം നമുക്ക് ചെറുതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പോടെ മാത്രം നമ്മൾ സൂര്യഭഗവാനെ വിവേകാനന്ദ പാറയുടെ സൈഡിലൂടെ കാണുകയാണ്. ചെറുതായി നമുക്ക് ഷേപ്പ് മനസ്സിലായി വരുന്നുണ്ട്. കാത്തിരിക്കാം. കാർമേഘങ്ങൾ നമ്മളെ ഇന്ന് ചതിച്ചു കളഞ്ഞു. അല്ലായിരുന്നെങ്കിൽ ആ കടലിലൂടെ പൊങ്ങി വരുന്ന സൂര്യഭഗവാനെ നമുക്ക് അപ്പോൾ മുഴുവൻ തേജസ്സോടുകൂടി കാണാൻ സാധിക്കുമായിരുന്നു. കുറച്ചുകൂടി സൂര്യഭഗവാൻ പൊങ്ങിയിട്ടുണ്ട്. സൂര്യഭഗവാനെ കാണുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും വളരെ ആരവം മുഴക്കാറുണ്ട്. ഇന്നങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. നമുക്ക് കാത്തിരിക്കാം. ഭഗവാനെ കാണാം, സൂര്യഭഗവാനെ കാണാം. കന്യാകുമാരിയുടെ അത്ഭുതമാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരേ പോയിന്റിൽ നിന്ന് ഉദയവും അസ്തമയവും കാണാം എന്നുള്ളതാണ് കന്യാകുമാരിയുടെ പ്രത്യേകത. സൂര്യഭഗവാനെ കണ്ട ആവേശമാണ് എല്ലാവർക്കും. അദ്ദേഹം ഫുൾ ഗ്ലോറിയിൽ സുഹൃത്തുക്കൾ സൂര്യഭഗവാനെ തംസപ്പ് കൊടുക്കുന്നു. ഇനിയും ആൾക്കാർ പിരിഞ്ഞു പോകാനുള്ള തിരക്കിലാണ്. സൂര്യഭഗവാനെ വരുന്നു കണ്ട് നിർവൃതി അടഞ്ഞ് സായുജ്യമടഞ്ഞ് കന്യാകുമാരിയുടെ സൗന്ദര്യം ആസ്വദിച്ചിനി ആൾക്കാർ പിരിഞ്ഞു പോകാനുള്ള തിരക്കിലാണ്. പക്ഷേ വിനോദ വിനോദത്തിൻ്റെ വീഡിയോ ഇവിടെ തീരുന്നില്ല. ഇത് ഒരു തെക്കൻ യാത്ര എന്ന സീരീസിൻ്റെ 2ാം ഭാഗമാണ്. 3ാം ഭാഗത്തിനായി കാത്തിരിക്കുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്ത കാഴ്ചകളുമായി വരുന്നതുവരെ നന്ദി.